ശാലിനി, എന്താ എവിടെയാ കുട്ടി? ഇനി റെഡിയായില്ലേ? റെഡിയാവുന്നു. അക്കാര്യം പറയാതിരിക്കാൻ വേണം. ശാലിനി, ശാലിനി, എടീ നീ എന്താ അവിടെ ചെയ്യുന്നത്? ചോറ്. ഞാനാണ് കോളേജിൽ പോകുന്നു. കൊണ്ടുപോയി അവിടെ വയ്ക്ക. ശാലിനി എവിടെ ചന്തെടുത്തി? രാവിലെ കുളിമുറി കയറിയതാ. നിങ്ങൾക്ക് സമയം നിങ്ങൾ പോയിക്കോളൂ. വെറുതെ നിങ്ങളും കൂടെ ലേറ്റ് ആകണ്ട. താമസമുണ്ടെങ്കിൽ ഞങ്ങൾ പോണം മോളെ. അയ്യോ ഞാനിപ്പോ വരാം. പാട്ട് നിർത്തണ്ട. എന്താണ് ശാലിനി ബാത്റൂമിന്റെ അവസ്ഥ? അയ്യോ ദേഷ്യപ്പെടില്ല മോളെ, ഞാൻ ഇപ്പൊ വരാം. എങ്ങനെയുണ്ട് ഇന്നത്തെ ഡ്രസ്? കോളേജിലേക്ക് ആ പച്ചക്കറി തോട്ടത്തിൽ പോയി നിൽക്കായിരുന്നു. അതിനെങ്കിലും കണ്ണുകെട്ടായിരുന്നേനെ. കോളേജ് ബ്യൂട്ടിയോട് അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഓർക്കണം. നീയാ കോളേജ് ബ്യൂട്ടി എന്നാര് പറയുന്നു? ആൺകുട്ടികള്. എങ്കിൽ നീ അവർക്ക് വേണ്ടി ശരിക്ക് ചെലവ് ചെയ്യുന്നുണ്ടാവും. പ്രഭേദം എന്തിനാ ഇവിടെ നിന്ന് ഒറ്റയ്ക്കിരിക്കുന്നത്? നല്ല ഫ്രണ്ട്സിനൊട്ടും പോയിക്കൂടെ? എനിക്കാരാ ഫ്രണ്ട്സ്? വേണ്ടാഞ്ഞിട്ടല്ലേ? ആണോ? ചെറിയമ്മയുടെ നൊച്ചുണ്ടാക്കും. വയ്ക്കും. ബാക്കിയുള്ളവരുടെ ഈ പെണ്ണ് ലേറ്റ് ആക്കും. ലേറ്റ് ആയാലെന്താ? തൂക്കിക്കൊണ്ടു. Listen, cockroach is a common insect. You can find kitchen, stoves, etc. We come to the picture. This is the external character of cockroach. This is the head, and this is thorax. This is the abdomen, and this is the antenna. It is having a posterior wing and an anterior wing. And we come to the mesothorax. And very near to the mesothorax, there is the metathorax. And it is having two compound eyes. The antenna is very powerful. And we come to the what is happening there? ആരാ ഇവിടെ വെച്ചത്? മുട്ടയില്ലേ? മുട്ടയിട്ട് വിരിഞ്ഞു വന്നതായിരിക്കും സർ.
You stand up. You sir. കുട്ടിയല്ലേ അവിടെ വെച്ചത്? കള്ളം പറയരുത്. അല്ല സർ, ഞാനല്ല. പിന്നെ എങ്ങനെ ഇവിടെ വന്നു? ആ ബോഡിന്ന് പറന്നു വന്നതായിരിക്കും സർ. വിഷ് ചെയ്താൽ തിരിച്ചൊന്ന് വിഷ് ചെയ്തൂടെ? ആവാലോ. ഓക്കെ. ഇതാ സാറിന്റെ കാല് പിടിച്ച് തിരികെ വാങ്ങിച്ച ശാലിനിക്ക് വേണ്ടി. നാളെയും വേണ്ട എന്തെങ്കിലും ഒന്ന്, അല്ല ബിന്ദു? അത്ര ബുദ്ധിമുട്ടണ്ട, റോ വെച്ചോളൂ. അപ്പൊ നാളെ അതവൻ വേറെ എന്തെങ്കിലും കണ്ടുപിടിച്ചോളൂ. ആ എന്നായത് ഞാൻ സൂക്ഷിച്ചു വെച്ചോളാം, കുട്ടിയുടെ ഓർമ്മയ്ക്ക്. ഓ, ഇഷ്ടം പോലെ. നീ ആ കോശി വക്കീലിനെ കണ്ടോ? ഇല്ല. സമയം കിട്ടിയില്ലായിരിക്കും. അതുകൊണ്ടല്ല, പിന്നെ 4-5 വട്ടം ഇതിനകം അയാളെ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഇനിയും കാണില്ലെന്നാണോ? അല്ല, കണ്ടിട്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നും ഉണ്ടാകുമെന്ന് തോന്നിയില്ല. ആവശ്യക്കാരനാരാണ്? നീയോ അയാളോ? ചുമ്മാ ഗൾഫിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നടന്നാൽ ആരും കൊണ്ടുപോയില്ല. ഇടയ്ക്കിടയ്ക്ക് അയാൾ പോയി കാണണം. അപ്പൊ അയാളുടെ മകൻ വരുമ്പോ അയാൾ ആ കാര്യം പറയും. അയാളുടെ സംസാരം കേട്ടാൽ രണ്ടാമതൊരിക്കലും അങ്ങോട്ട് പോകാൻ തോന്നില്ല. ആവശ്യക്കാര് നമ്മളാകുമ്പോ അങ്ങനെയൊക്കെ ഇരിക്കും. പലതും കണ്ടില്ല കേട്ടില്ല നടിച്ചാലേ കാര്യം നേടാനാവൂ. അല്ല, ഞാനൊന്നും പറഞ്ഞില്ലേ? അവനവന്റെ കാര്യം അവനോ നോക്കിയാലോ? എന്റെ കാര്യം നോക്കാൻ ഞാൻ ആരോടും ആവശ്യപ്പെട്ടില്ലല്ലോ. അതെ, കാര്യം പറയുമ്പോ നീ തർക്കിക്കാൻ നിൽക്കണ്ട. വെറുതെ ലൈബ്രറിയിൽ പോയി വായിൽ നോക്കിയിരിക്കുന്ന നേരത്തിന് പ്രയോജനമുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാൻ നോക്കണമെന്ന് ഞാൻ പറഞ്ഞു. കാര്യം പറഞ്ഞാൽ മനസ്സിലാവാനുള്ള പ്രായമൊക്കെ കഴിഞ്ഞല്ലോ നിനക്ക്. എന്താണ് നീ ഒന്നും മിണ്ടാത്തത്?
നീ എന്താ തയ്യുണ്ടാക്കി നിൽക്കുന്നത്? എന്തെങ്കിലും പറ. എന്താടാ? ഈ കുട്ടിക്ക് ഞാൻ എന്ത് പറഞ്ഞാലും ഇഷ്ടപ്പെടില്ല. എത്രയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താലും പോറ്റമ്മ തന്നെയായിരിക്കും കുട്ടികളുടെ കണ്ണിൽ. ഈ അമ്മയ്ക്കൊന്നും മിണ്ടാതിരുന്നു പോയി. എന്ത് പറഞ്ഞാലും ഒരു പെറ്റമ്മയും പോറ്റമ്മയും. വന്ന് കയറാൻ നോക്കിയിരിക്കുന്ന പോലെ കേട്ടില്ലേ? അച്ഛന്റെ മട്ട എന്താ തോന്നും. കോശുവെക്കലിനെ കണ്ടാലുടൻ അയാൾ കൊത്തിക്കൊണ്ട് പൊക്കോളുന്നു. കാശ് കൊടുക്കണം. വെറുതെ സഹായിക്കാൻ അയക്കെന്താ? ഭ്രാന്തുണ്ടോ? എങ്ങനെയെങ്കിലും ഇവിടെ രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. ഏഷ്യയോ സൈബീരിയോ എവിടെയായാലും വേണ്ടില്ല. പോയാ പിന്നെ ആരുടെ മുഖം കാണണ്ടല്ലോ. അവധിക്ക് വരുമ്പോ ഒരു മുഖപ്പെട്ടോടെ കരുതണം. അതിന് വന്നിട്ട് വേണ്ടേ? ഏട്ടം കൂടെ പോയാൽ എനിക്ക് പിന്നെ ആരുണ്ട്? കുട്ടികളൊന്നും പഠിച്ചോളൂ. ഏട്ടൊന്നും തനിച്ചാക്കിയിട്ട് എങ്ങും പോയില്ല. ഒരുപക്ഷെ വെറും തോന്നലായിരിക്കാം. എന്നാലും അമ്മയുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ഞങ്ങളോട് കുറെ കൂടെ വാത്സല്യം കാണിച്ചേനെ എന്ന് തോന്നിപ്പോവാ. അമ്മയില്ലാത്ത മക്കൾക്കെല്ലാം ഇങ്ങനെ തോന്നുമായിരിക്കും അല്ലേ? എന്റെ പ്രശ്നങ്ങൾ കേട്ട് കേട്ട് അമ്മൂന് ബോറടിക്കുന്നുണ്ടാവും. ഇല്ല, പ്രകാശിനോട് പറയണം കുറെയൊക്കെ അങ്ങ് ക്ഷമിക്കാൻ. എത്രയൊക്കെ ആയാലും അച്ഛനല്ലേ. എന്താ ശാലിനി? ഒന്നുമില്ല. എന്തുണ്ടായേ? അവരുടെ ഒരു അന്വേഷണം. ആരുടെ? ചെറിയമ്മയുടെ. എന്ത്? ഉച്ചയ്ക്ക് ഉണ്ണാൻ കുട്ടി ഉണ്ടാവുമെന്ന് അന്വേഷിക്കാൻ വിട്ടിരിക്കുക. ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞയച്ചു. അയ്യോ, ഞാനില്ല. അത് പറ്റില്ല. കുട്ടിക്ക് എന്താ വീട്ടിൽ ഉണ്ണാനോ കൊടുക്കാനോ ഇല്ലാത്ത ആളല്ലല്ലോ. ഇവിടത്തേക്കാൾ നല്ല ഊണ് കുട്ടിയുടെ വീട്ടിലുണ്ടാവുമെന്ന് അവർക്കറിയാം. പിന്നെന്താ അവർക്ക് ഈ ചോദ്യം? അവര് വെറുതെ ചോദിച്ചാവും. അങ്ങനെ ചോദിക്കണ്ട. എന്റെ അമ്മയുടെ വക ഈ കാണുന്നതല്ല. പിന്നെന്തിനാ അവരിങ്ങനെ? ഞാൻ ഊണ് വെച്ചിട്ടേ പോകുന്നുള്ളൂ. നീ ഇത് മിണ്ടായിരിക്കുമോ? സുമിത്രയുടെ ഫ്രണ്ട്സ് വരുമ്പോ ഇങ്ങനെ ഒരു അന്വേഷണം ഉണ്ടാവാറില്ലല്ലോ. ദേ, ഇത് തന്നെ പറയുന്ന ഭാവമെങ്കിൽ ഞാൻ സ്ഥലം വിടും. പറഞ്ഞേക്കാം. ശരി, ഞാൻ നിർത്തി. നല്ലൊരു അവധി ദിവസമായിട്ട് ഞാനൊന്നും പറയണില്ലെന്നേ. വാ. പ്രഭേട്ട, മൂപ്പരുടെ കവിതകളാ. എന്താ അത്? ചെല്ലിക്ക്. ഹിമശൈല സൈകത ഭൂമിയിൽ നിന്നു നീ പ്രണയപ്രവാഹമായി വന്നു. മതി 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 മതി. ഇങ്ങനെ വായിക്കാൻ ഞാൻ വിചാരിച്ചാലും പറ്റും. പിന്നെ ഇങ്ങനെ അല്ലാതെയും ചൊല്ലാൻ നിനക്കറിയാലോ. എപ്പോഴോ? പിന്നെ അയ്യോ, പിന്നെ ആവട്ടെ. എടി, നിനക്ക് മുറി വിട്ട് പോണെന്നുണ്ടോ? ഉണ്ട്. എന്നാ മര്യാദക്ക് പറയണതനുസരിച്ചോ?